ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഗ്യാസ് ഡിറ്റക്ഷൻ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഗ്യാസ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സെൻസേഴ്സ് ഉണ്ട്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് MQ2 എന്ന് പറഞ്ഞ സെൻസറാണ്, ഗ്യാസ് സെൻസറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസ് സെൻസർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 പിന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് VCC ആണ്, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രൗണ്ട് പിന്ന്, പിന്നെ ഒരു ഡിജിറ്റൽ പിന്നും ഒരു അനലോഗ് പിന്നും ഉണ്ട്. അപ്പം നമുക്ക് ഡൗട്ട് വരും, അതായത് ഡിജിറ്റൽ കണക്ഷനും ഉണ്ട്, അനലോഗ് പിന്നും ഉണ്ട്. അപ്പം നമ്മുടെ പർപ്പസ് അനുസരിച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ ഇതിൽ നിന്ന് നമ്മൾ അർഡിനോയിലോട്ട് കൊടുക്കേണ്ടതെന്ന്. ഇപ്പോൾ അനലോഗ് ചൂസ് ചെയ്താലുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ റീഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഗ്യാസ് സ്മോക്ക് ഡിറ്റക്ട് ചെയ്തു, സ്മോക്കല്ല നമ്മുടെ ഗ്യാസ് ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് LPG ആകാം. പല ഗ്യാസസ് ഈ ഗ്യാസ് സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്, LPG, പ്രൊപ്പൈന്, അങ്ങനെ കുറേ ഗ്യാസസ് ഇത് ഡിറ്റക്ട് ചെയ്യും. അപ്പം ഇതിൽ ഇപ്പം LPG ആണ് ഡിറ്റക്ട് ചെയ്തതെങ്കിൽ കണ്ടിന്യൂസ് ഡിറ്റക്ഷൻ അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മൾ അനലോഗ് പിന്നാണ് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ, അതായത് ഉണ്ടെങ്കിൽ ഹൈ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോ എന്നുള്ള 2 കണ്ടീഷനെ ഡിജിറ്റൽ എടുത്താൽ വരത്തുള്ളൂ. പക്ഷേ അനലോഗ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് സിഗ്നലാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ അനലോഗ് പിന്നിൽ. അപ്പോൾ യൂഷ്വലി നമുക്കിപ്പോൾ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റായിട്ടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഡിറ്റക്ഷൻ ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അനലോഗ് പിന്നാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെക്കൻഡ് കണ്ട് ഈ യെല്ലോ വയർ, ഇത് അനലോഗ് പിൻ എടുത്ത് അർഡിനോയുടെ അനലോഗിലോട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഗ്യാസ് സെൻസർ ചെയ്ത് നമ്മളിത് അനലോഗ് പിൻ എടുക്കുന്നതും അർഡിനോയുടെ A0 നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്യാസ് സെൻസറിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചാണ് ഗ്യാസ് ഡിറ്റക്ഷൻ നടക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഗ്യാസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചാണ് ഗ്യാസ് ഡിറ്റക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് അർഡിനോയിൽ നമുക്ക് സിഗ്നൽ എത്തുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ചേഞ്ച് ഇപ്പം നമ്മൾ അനലോഗാണ് നമുക്ക് വാല്യൂ വരുന്നത്. അപ്പം 0 to 1023 ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലോ ഒരു വോൾട്ടേജും 1023 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മാക്സിമം വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുന്ന 5 വോൾട്ടാണ്. അപ്പോൾ 1023യുടെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് 5 വോൾട്ട് നമുക്ക് വരും. അപ്പം അങ്ങനെയാണ് വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് ആ ഒരു ഗ്യാസ് സെൻസറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനായിട്ടൊരു LCD ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആണോ, ഗ്യാസ് ഡിറ്റക്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് യൂസറിന് കാണാൻ വേണ്ടി ഒരു LCD ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ച് ബസർ. ഇപ്പം നിങ്ങൾക്കിത് ഫർദർ ഇതൊരു IoT പ്രൊജക്റ്റ് ആക്കാം. കാരണം ഇതിപ്പം അർഡിനോ മാറ്റി ESP യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കറസ്പോണ്ടിങ് വാല്യൂ നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പിൽ വരുന്ന പോലോ, അപ്പോൾ ആപ്പിൽ അലേർട്ട് വരുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിത് ഒരു ബേസിക് ലെവലിൽ നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. LCDയുടെ കണക്ഷൻ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ LCD നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു മൊഡ്യൂൾ LCD ആയിട്ട് മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ ഒരു I2C കൊടുത്താൽ ഇത്ര വയേഴ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ കോഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ .h എന്ന് കൊടുത്തിരിക്കുന്നത് LCD ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് സെൻസറിൻ്റെ അനലോഗ് പിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനാണ് A0 എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ അർഡിനോയുടെ ഇതിൽ A0 കൊടുക്കുന്നത്. പിന്നെ ബസർ പിന്ന് നമ്മൾ 8ാമത്തെ പിന്നിൽ കൊടുത്തു. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു വാല്യൂ ഗ്യാസ് ത്രെഷോൾഡ് ഈക്വൽ ടു 150. നമ്മളിപ്പം ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ചിന്തിക്കും എവിടെ നിന്ന് ഈ 150 വന്നു എന്ന്. അപ്പം അതിൻ്റെ കേസാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ കുറിച്ചല്ല, നമ്മളിവിടെ എങ്ങനെയാണ് ഗ്യാസ് ത്രെഷോൾഡ് വാല്യൂ കൊടുത്തതെന്നുള്ളത്. ആദ്യം നമുക്കെല്ലാം അറിയാം, ഒരു സെൻസർ യൂസ് ചെയ്യുമ്പോൾ സെൻസർ ഫസ്റ്റ് കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം സെൻസർ എന്ന് പറയുമ്പോൾ എന്താ, റിയൽ ടൈമായിട്ട് നമുക്ക് വാല്യൂസ് തരാൻ വേണ്ടി അല്ലെങ്കിൽ സെൻസ് ചെയ്ത് കറക്റ്റ് വാല്യൂസ് തരാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഏതൊരു സെൻസർ എടുത്താലും നമ്മൾ അതിൻ്റെ ഡേറ്റ ഷീറ്റ് അല്ലെങ്കിൽ നമ്മളത് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ട നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് ഹൗ ടു കാലിബ്രേറ്റ്
എ സെൻസർ. ഇപ്പം ഞാനിവിടെ ഗ്യാസ് സെൻസർ യൂസ് ചെയ്തുകൊണ്ട് ഹൗ ടു കാലിബ്രേറ്റ് എ ഗ്യാസ് സെൻസർ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് കിട്ടും. അപ്പോൾ കാലിബ്രേഷൻ, അതായത് നമ്മളിത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ കാലിബ്രേറ്റ് ചെയ്ത് നമ്മളിതിൻ്റെ വാല്യൂ, അതായത് ഇപ്പം ഈ ഒരു സെൻസറിന് അറിയത്തില്ല എത്രയാണ് ഇത് നോർമൽ വാല്യൂ ആയിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. നോർമൽ നമ്മുടെ എയറിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫ്രഷ് എയർ, ആ ഫ്രഷ് എയറിൻ്റെ റെസിസ്റ്റൻസുമായിട്ട് ഇതിനെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സെൻസർ ഇപ്പം നമ്മളിപ്പം പല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് നോക്കിക്കഴിയുമ്പോൾ ഒരു 24 hours നമുക്ക് ഇതൊരു ഗ്യാസ് സെൻസർ ഒന്ന് പവർ സപ്ലൈ കൊടുത്ത്, അതായത് 5 volt കൊടുത്ത് ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റിനെ നമുക്ക് ഹീറ്റ് ആകാൻ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഫ്രഷ് എയറുമായിട്ട് ഇതിൻ്റെ ആ റെസിസ്റ്റൻസുമായിട്ട് ഇത് പ്രോപ്പർലി മോൾഡ് ആയിക്കോളും. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് കാലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസ് വാല്യൂ കാണും. ഈ ബേസ് വാല്യൂ നമ്മൾ ജസ്റ്റ് അർഡിനോ എന്ന് പ്രോഗ്രാം ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പിൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഗ്യാസ് സെൻസറിനെ കാലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം, അതായത് ഏത് വാല്യൂ എങ്ങോട്ട് റീഡ് ചെയ്യുന്നു, ഏത് പിന്നിലോട്ട് കൊടുക്കുന്നു, പിന്നെ ഇതിലോട്ട് പവർ സപ്ലൈ കൊടുക്കുന്നു, അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതി അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സീരിയൽ മോണിറ്ററിൽ എടുക്കുന്നു. അപ്പോൾ സീരിയൽ മോണിറ്ററിലോട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് ബേസ് വാല്യൂ കിട്ടും. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ബേസ് വാല്യൂ വരുന്നതെന്ന് വെച്ചാൽ 83, 84 അങ്ങനെ പറഞ്ഞ് കുറച്ച് വാല്യൂസ് വരും. അപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഫ്രഷ് എയറിന് ഇത് കാലിബ്രേറ്റ് ചെയ്യുന്ന വാല്യൂ എത്രയാണെന്ന് മനസ്സിലാകും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അറൗണ്ട് 150 നമ്മളിപ്പോൾ ത്രെഷോൾഡ് നമ്മുടെ പ്രോഗ്രാമിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് കാലിബ്രേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതിപ്പോൾ മാറ്റി വെച്ചാൽ നമ്മുടെ പ്രോപ്പർ വർക്കിങ്ങിലോട്ട് ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ഇത് ഗ്യാസിനെ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഇതിന് റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ പർട്ടിക്കുലർ വോൾട്ടേജ് ചേഞ്ച് നമ്മുടെ അർഡിനോയിൽ എത്തുന്നു. ആ വാല്യൂസ് വെച്ചിട്ടാണ് ഗ്യാസ് ഡിറ്റക്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത്. അതായത് റെസിസ്റ്റൻസ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഡിറ്റക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ നോർമൽ എയറിലായിരിക്കും അത് ഇരിക്കുന്നത്. അപ്പം നമുക്കിത് അർഡിനോ കോഡ് അപ്ലോഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോർമൽ വാല്യൂസ് വരുമ്പോൾ ഇതെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പം ഗ്യാസ് ഡിറ്റക്റ്റ് ചെയ്തപ്പോൾ വന്ന വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഗ്യാസ് ഡിറ്റക്ഷൻ സർക്യൂട്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ LPG എന്തെങ്കിലും ലീക്ക് ആകുവാണെങ്കിൽ നമുക്ക് അലേർട്ട് വരുന്ന പോലെ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.